ഞങ്ങളിപ്പോ ഖർസ് വെല്ലിലാണ് ഉള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മയ്യത്ത് കുളിപ്പിച്ചത് ഇവിടെ ഈ കിണറിൽ നിന്നെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ്. മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു കിണറാണ് ബീർ ഖർസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലെ വെള്ളം കുടിക്കുവാനും വുളൂ ചെയ്യുവാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സൗദി ഭരണകൂടം മദീനയിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ബീർ ഖർസും അതിൻ്റെ ചുറ്റുമതിലുകളും മനോഹരമായി പുനരുദ്ധരിച്ച് തീർത്ഥാടകർക്ക് സന്ദർശിക്കാൻ പാകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ആ കിണറുള്ളത്. തിരക്ക് കാരണം ഞങ്ങളിപ്പോൾ അകത്തേക്ക് കയറുന്നില്ല. അല്ലാത്ത തിരക്കാണ്. ഇപ്പോൾ ഇത്രയും നീണ്ട ഒരു ക്യൂ ആണ് ബാക്കിൽ ഇപ്പോൾ കാണുന്നത്. ഒരു വശത്ത് സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. ബീർ ഖർസ് അങ്ങകലെ കാണുന്നത് ഖുബാ മസ്ജിദിൻ്റെ മിനാരമാണ്. ഖുബാ മസ്ജിദിന് ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ് ഈ സംഭവം ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ പരിസരത്തെത്തിയപ്പോൾ പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടൊരു വസിയത്ത് പോലെ പറഞ്ഞതാണ്, എൻ്റെ മയ്യത്ത് ഈ കിണറിൽ നിന്നുള്ള വെള്ളം എടുത്ത് കുളിപ്പിക്കണം എന്നുള്ളത്. അത് പ്രകാരം പ്രവാചക തിരുമേനിയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഈ സ്ഥലത്ത് എത്തുകയും 7 തോൽപാത്രം വെള്ളം ഇവിടെ നിന്ന് ശേഖരിക്കുകയും ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആ തിരുശരീരം കുളിപ്പിച്ചത്. സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും GCC രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിനും ഉംറക്കുമായി എത്തിച്ചേരുന്ന ജനലക്ഷങ്ങളിൽ അധികവും അവർ ഈ സ്ഥലവും കാണാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടം. സൽമാൻ അൽ ഫാരിസിയുടെ തോട്ടം എന്നറിയപ്പെടുന്നത് ആ കാണുന്നതാണ്. കുറച്ച് ദൂരെയാണ്. മിസ്റ്റർ സക്കീർ പരിങ്കടി, എത്ര വർഷമായി സക്കീർ ഇവിടെ സൗദിയിൽ മദീനയിൽ? എത്ര വർഷങ്ങളായി. തിരക്കുണ്ടായിരുന്നില്ല, ഇത്രയും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് ഇതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ഹജ്ജിന് വരുന്നവരെയും ഇങ്ങോട്ട് വരുന്നവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കുകയും പോയി ഇപ്പൊ ഇത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇതിന് വരുന്നവർക്ക് പോകുന്നവർക്കൊക്കെ ഒരുപാട് നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമാണ് ഇപ്പോൾ അല്ലെ. ഇങ്ങനെ ക്യൂ നിർത്തി അകത്തേക്ക് സാവധാനം. എനിക്ക് തോന്നുന്നു 25 റിയാൽ കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അകത്ത് നിന്ന് ടിക്കറ്റ് ഉണ്ടോ? അകത്തേക്ക് കയറാനും അകത്തുനിന്ന് കിട്ടുന്ന പിന്നെ ബാഗ് അവിടുന്ന് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പല ആൾക്കാരും വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് അകത്തുനിന്ന് കിട്ടുന്ന വെള്ളമാണ്. ഈ ഓരോ ബോട്ടിലും 10 റിയാലാണ് ചാർജ് ചെയ്യുന്നത്. അതിന്റെ പാക്കിംഗ് ചാർജാണ്, വെള്ളത്തിലുള്ള ചാർജ് അല്ല. ഇതിപ്പോ എല്ലാ ആജിമാരും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ഒരു നല്ലൊരു സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. Okay, thank you very much.